അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സെക്കൻഡ് ചാപ്റ്റർ. കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ടോ? ഓക്കെ. സെക്കൻഡ് ചാപ്റ്റർ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. അപ്പോൾ ഫങ്ഷൻസ് നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു. അപ്പം അതിനകത്ത് ഒരു ഫംഗ്ഷന് ഇൻവേഴ്സ് വേണമെങ്കിൽ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ആ ഫംഗ്ഷൻ 1, 1 and 2 ആവണമെന്ന് പറഞ്ഞു. അപ്പം 6 ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെയും ഇൻവേഴ്സ് ആണ് ഇനി പറയാൻ പോകുന്നത്. അപ്പൊ ആക്ച്വലി ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആക്ച്വലി അത് 1, 1 അല്ല. കാരണം നമുക്കറിയാം ഒരു പ്രത്യേക ആംഗിൾ കഴിഞ്ഞാൽ ഇതിങ്ങനെ വാല്യൂ റിപ്പീറ്റ് ചെയ്ത് വരും. അപ്പൊ വാല്യൂ റിപ്പീറ്റ് ചെയ്ത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെനി വൺ ആയി പോകും. മെനി വൺ ആയി പോയി കഴിഞ്ഞാൽ അതിനെ ഇൻവേഴ്സ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യാം, അതിനെ ആ ഗ്രാഫെല്ലാം നമ്മൾ ഓർക്കുന്നുണ്ടാവും. സൈൻ എക്സിന്റെയും കോസ് എക്സിന്റെയും തൽക്കാലം മിനിമം ആ 2 ഗ്രാഫ്സ് വെച്ചിട്ട് നമുക്കതൊന്ന് പറയാം. ഇത് ഏത് ഗ്രാഫായത്? അപ്പോ സൈൻ എക്സിന്റെ ഗ്രാഫ് ഈ ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇതില് നമ്മളിപ്പോ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു കഴിഞ്ഞാല് 1, 1 ആണ് ഫംഗ്ഷൻ എങ്കിൽ ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ മാത്രമേ ഇന്റർസെക്ട് ചെയ്യൂ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കാം, ഇവിടെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ 2 പോയിന്റിൽ ആ ഹൊറിസോണ്ടൽ ലൈനെയും ഗ്രാഫിനെ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 2x-ന് സെയിം ആയിട്ട് ഒരു ഹൈറ്റ്. ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞാൽ അത് എക്സ് ആക്സിസുമായിട്ടുള്ള ഡിസ്റ്റൻസ്, അതിൽ നമുക്ക് ഹൈറ്റ് ഓഫ് ദി പോയിന്റ് ആണ് കിട്ടുന്നത്. പോയിന്റ് ഹൈറ്റ് മീൻസ് y വാല്യൂ. അപ്പോൾ 2 ഒന്നിൽ കൂടുതൽ എക്സിന് സെയിം y എന്ന് കിട്ടും. മെനി എക്സ് 1y, മെനി 1 ആയി പോകും. അതുകൊണ്ട് നമ്മൾ ഇതിനെ 1, 1 on 2 ആയിട്ട് കിട്ടാൻ വേണ്ടി ഇതിന്റെ ഒരു പീസ്, ഒരു കഷ്ണം എന്ന് നമുക്ക് പറയാം, ഒരു പീസ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ എടുക്കുമ്പോൾ ഫംഗ്ഷൻ ഓൺ ടു ആയിരിക്കണം. അപ്പൊ ആ പോർഷനിൽ ഫംഗ്ഷന്റെ എല്ലാ വാല്യൂസും വരികയും വേണം. ഇപ്പൊ ഇവിടെ സൈനിന്റെ മിനിമം വാല്യൂ -1 മാക്സിമം വാല്യൂ 1 ആണെന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ ഇവിടെ -π/2 ആകുമ്പോൾ -1 എന്ന വാല്യൂ കിട്ടും. π/2 എക്സ് π/2 ആകുമ്പോൾ സൈനിന് ഏത് വാല്യൂ കിട്ടും? മാക്സിമം ആയ 1 എന്ന വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, റഫായിട്ട് നമ്മൾ വരച്ച ഫിഗറാണ്. അപ്പൊ നോക്കൂ, അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യാം, ഈ ഒരു പീസ് സൈനിന്റെ ഗ്രാഫിന്റെ ആ ഒരു പീസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാ വാല്യൂസും വരുന്നുണ്ട്. മിനിമം ഡെപ്ത്, അതായത് താഴോട്ട് ഗ്രാഫ് ഏതുവരെ പോകുന്നു? -1 വരെ പോകുന്നത്. ഹൈറ്റ് വരുന്നത് 1 വരെയാണ്. അപ്പൊ ഡെപ്ത് -1ഉം ഹൈറ്റ് 1ഉം ആയിട്ടുള്ള ആ ഒരു പീസ് എടുത്തിട്ട് അതിനെ നമുക്ക് അതിൽ നിന്ന് ഇൻവേഴ്സ് പറയാൻ പറ്റും. ഇൻവേഴ്സ് പറയുമ്പോൾ, കാരണം ഇത് ഇത്രയും എടുത്തു കഴിഞ്ഞാൽ ഇത് 1, 1 on 2 ആയി മാറി. കാരണം ഇതിനകത്ത് എല്ലാ വാല്യൂസും വന്നു. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഓൺ ടു. പിന്നെ ഇതില് ഒരു വാല്യൂ റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ ഇറ്റ് ഈസ് 1, 1. അപ്പൊ അങ്ങനെ 1, 1 on 2 ആക്കി വെച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെ എന്ത് പറയാൻ പറ്റും? ഇൻവേഴ്സ് പറയാൻ പറ്റും. അപ്പൊ ഇതാണ് സൈൻ ഫംഗ്ഷൻ എങ്കിൽ അതിന്റെ ഇൻവേഴ്സ് തിരിച്ച് ഇങ്ങനെ സൈൻ ഇൻവേഴ്സ് തിരിച്ചു വരും ആണല്ലോ. അപ്പോൾ സെറ്റ് ഓഫ് റിയൽസിൽ നിന്ന് ആണ് ആക്ച്വലി എങ്ങോട്ട് മാപ്പ് ചെയ്യുന്നത്? സെക്കൻഡ് സെറ്റായ -1, 1 എന്ന ക്ലോസ്ഡ് ഇന്റർവെല്ലിലേക്ക് സൈന് മാപ്പ് ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെ എടുക്കുമ്പോൾ ഇത് എന്തായി മാറില്ല? 1, 1 on 2 ആവില്ല ഫംഗ്ഷൻ. അപ്പൊ നമ്മൾ ഇതിനെ ഇവിടെ -π/2 എന്ന ഇന്റർവെല്ലായിട്ട് ഇതിനെടുക്കണം. ഇനി നമുക്ക് ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഓവൽ ഷേപ്പിൽ വരച്ചത്. ആക്ച്വലി ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. ഫസ്റ്റ് വൺ ഈ ഇന്റർവെൽ ആണ്, സെക്കൻഡ് സെറ്റ് എന്ന് പറയുന്ന ഈ ഇന്റർവെൽ ആണ് ആക്ച്വലി. അപ്പം ഇവിടുന്ന് ഇവിടേക്കാണ്
വരുന്നത്. അപ്പോൾ ഈ സെക്കൻഡ് സെറ്റിൽ നിന്ന് ഫസ്റ്റിലേക്ക് വരുന്ന അതാണ് ഏതായിട്ട് വരിക, ഇൻവേഴ്സ് ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് വരുന്നത്. അപ്പൊ നോക്കൂ, ഇങ്ങനെ വരുന്ന സമയത്ത് സൈൻ ആണെങ്കിൽ ദിസ് ഇസ് ഡൊമൈൻ, ദിസ് ഇസ് റേഞ്ച്. ഇൻവേഴ്സ് പറയുമ്പോൾ ദിസ് ഇസ് ഡൊമൈൻ, ദിസ് ഇസ് റേഞ്ച്. അപ്പൊ സൈൻ ഇൻവേഴ്സിന്റെ അല്ലെങ്കിൽ കോസ് ഇൻവേഴ്സിന്റെ അങ്ങനെ 6 ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക്കൽ ഫംഗ്ഷൻസിന്റെ റേഞ്ചിനെ, റേഞ്ച് മീൻസ് ഇമേജ് സെറ്റ്, അതിനെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് വിളിക്കും. അതിനാണ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുന്നത്. അപ്പോ സൈനിന്റെ ഇങ്ങനെയാണ് വരിക. ഇനി കോസിന്റെ ഫിഗർ വരുമ്പോ, ഗ്രാഫ് വരുമ്പോ cos 0 is 1. 1. ഇത് 1 ഇത് -1 ആണെങ്കിൽ ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ പോകും ഇതിന്റെ ഷേപ്പ്. അപ്പൊ ഇത് x is equal to 0, π/2. π/2 വാല്യൂ എത്രയാണ്? 0 ആണ്. ഇത് π. cos 0 1 ആണ്, cos π -1 ആണ്. അപ്പൊ ഈ ഒരു പീസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഹൈറ്റും അതുപോലെ മാക്സിമം ഡെപ്ത് മീൻസ് മിനിമം ഹൈറ്റ് എന്ന് പറയാം. അതായത് എക്സ് ആക്സിസിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ നമുക്ക് അതിന്റെ ഡെപ്ത് എന്ന് പറയാം. അപ്പൊ അതിന്റെ ഇവിടെ വരുന്ന ഈ പോയിന്റ്, മാക്സിമം ഹൈറ്റ് വരുന്ന പോയിന്റ് കിട്ടി. മീൻസ് എല്ലാ എല്ലാ വാല്യൂസും ഇതിനകത്ത് വന്നു. സോ ഫങ്ഷൻസ് ഓൺ ടു ഓൾസോ ഇറ്റ് ഇസ് 1 1. നമ്മൾ ഏത് ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു കഴിഞ്ഞാലും എക്സ് ആക്സിസ് പാരലൽ വരയ്ക്കുന്ന ലൈന് ഒരൊറ്റ പോയിന്റിൽ മാത്രമേ ഇതിനെ ഇന്റർസെക്ട് ചെയ്ത് പോകുന്നുള്ളൂ. ഇത് 1 1 on 2 ആയി ഈ ഫംഗ്ഷൻ ഏത് cos x. അപ്പോ ഇതിന്റെ ഇൻവേഴ്സ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും 1 1 on 2 ആയതുകൊണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് കോസ് ആണ് പറയുന്നതെങ്കിൽ നോക്കുക, R2 -1 ഇത് തന്നെയാണ് എന്തായിട്ട് വരുന്നത്, റേഞ്ച്. കോസിന്റെ കോസ് ആണ് നമ്മൾ പറയുന്നെങ്കിൽ റേഞ്ച് ഇത് തന്നെ. ഇവിടെ R എന്നതിനെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്ത് ചെറുതാക്കി 0 π, ഇത് x0 to π എന്നിട്ട് വേണം പറയാൻ. അപ്പോൾ നമുക്ക് തിരിച്ചു കിട്ടുന്ന കോസ് ഇൻവേഴ്സ് റെഡിയായി, എന്തായി, ഇൻവേഴ്സ് ഫംഗ്ഷൻ ആയി. അപ്പൊ അത് സെക്കൻഡ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആയി. ഇന്ന് നമ്മളിവിടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ആണ് ഈ 6 ഫംഗ്ഷന്റെയും പറയാൻ പോകുന്നത്. അപ്പൊ 6 ഫംഗ്ഷന്റെയും പറയാൻ വേണ്ടി നമുക്ക് ആക്ച്വലി ഈ 2 വാല്യൂസ് വെച്ച് തന്നെ പറയാം. അപ്പം എന്താ പറയാ, ജിയോമെട്രി, അതായത് നിങ്ങൾക്ക് ജിയോമെട്രിക്കലി ഒക്കെ ഉള്ള വീഡിയോ ഇതിന്റെ നിങ്ങൾ കണ്ടു കഴിഞ്ഞതാണ്. അതുകൊണ്ട് നമുക്കിത് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓരോന്നിന്റെ ആയിട്ട് പെട്ടെന്ന് പറയാം. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ, പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് 2 കോളമായിട്ട് വരയ്ക്കുക. എന്നിട്ട് ഫസ്റ്റ് സൈൻ കോസ് നമ്മൾ പറഞ്ഞു. ഇനി ആ 2 വാല്യൂസ് വെച്ച് ബാക്കിയുള്ള 4 നമുക്ക് പറയാൻ പറ്റും. ഫസ്റ്റ് സൈൻ വേഴ്സ് എക്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ആണ് ക്ലോസ്ഡ് ഇന്റർവൽ -π/2 π/2. പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുന്നത് റേഞ്ചിനെയാണ്, ഹോൾ സെറ്റിനെയാണ്. അതിലെ ഒരു വാല്യൂവിനെ, ഒരു പോയിന്റിനെ നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് വിളിക്കും. അപ്പൊ ഹോൾ സെറ്റ് ആണ് ഇത്, ഇമേജ് സെറ്റ് ഓർ റേഞ്ച്. ഏതിന്റെ? ഇൻവേഴ്സിന്റെ, സൈൻ വേഴ്സ് എക്സിന്റെ. പിന്നെ സെക്കൻഡ് കോസ് ഇൻവേഴ്സ് എക്സ്, ക്ലോസ്ഡ് ഇന്റർവൽ 0 π. അതിപ്പോ നമ്മൾ റഫായിട്ട് ആ ഗ്രാഫ് വരച്ചിട്ട് കണ്ടു. ഇനി തേർഡ് കാണുന്നത് നോക്കാം. ടാൻ ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ ഇതിനെ കാണാൻ വേണ്ടിയിട്ട്, അതായത് ജിയോമെട്രി നമ്മൾ യൂസ് ചെയ്യാതെ തന്നെ പറയാണ് ഈ വാല്യൂസിന്റെ കാര്യം. ടാൻ ഈസ് സൈൻ ബൈ കോസ്. അപ്പൊ നമ്മൾ ചെയ്യാം, സൈനിന്റെ ബ്രാഞ്ച് എടുക്കും.
ആരാണ് ഫോൺ മ്യൂട്ട് ചെയ്യാത്ത? മ്യൂട്ട് ചെയ്ത് വെക്കൂ. അപ്പൊ സൈനിന്റെ ബ്രാഞ്ച് എന്താണ്? ക്ലോസ്ഡ് ഇന്റർവൽ -π/2 π/2 ആണ്. അതില് ഡിനോമിനേറ്റർ കോസ് ആണ് ഇവിടെ. അപ്പൊ ഇതിന്റെ ബ്രാഞ്ചിലേക്ക് വരികയാണ്. ഡിനോമിനേറ്റർ കോസ് ആണ്. അപ്പൊ കോസ് 0 ആവുന്ന പോയിന്റ് ഈ ഇന്റർവെല്ലിൽ ഉണ്ടെങ്കിൽ മാറ്റുക. അങ്ങനെയാണ് നമ്മൾ ആ ബ്രാഞ്ച് കാണുന്നത്. അപ്പം കോസ് π/2 എന്താണ്? 0 ആണ്. -π/2 0 ആണ്. അപ്പൊ ഈ ഇന്റർവെല്ലിന്റെ രണ്ട് എൻഡും കളഞ്ഞാൽ മതി. ആ ഇന്റർവെല്ലിന്റെ രണ്ട് എൻഡും പോയി കഴിഞ്ഞാല് -π/2 π/2 എന്ന ഓപ്പൺ ഇന്റർവെൽ കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് കൊസീക് ഇൻവേഴ്സ് എക്സ്. ഇപ്പൊ ജിയോജിബ്രയിലൊക്കെ നിങ്ങൾ അത് ഇതെല്ലാം വളരെ വിശദമായിട്ട് കിട്ടിയത് കൊണ്ടാണ് നമ്മൾ തിയറിയിലേക്ക് മാറിയിട്ട് ഇത് പറയുന്നത്. അപ്പൊ കൊസീക് ഇൻവേഴ്സ് എക്സിന്റെ കാണുമ്പോൾ കൊസീക് എന്താ? 1/sin ആണ്. അപ്പൊ സൈനിന്റെ ബ്രാഞ്ച് നോക്കുക. സൈനിന്റെ ഏതാ വരുന്നത്? ക്ലോസ്ഡ് ഇന്റർവൽ -π/2 π/2. അത് കംപ്ലീറ്റ് അങ്ങ് എടുക്കാൻ പറ്റുമോ നോക്കാം. ഇവിടെ 1/sin ആണ്. അപ്പൊ സൈൻ വാല്യൂ 0 ആവുന്ന പോയിന്റ് ഉണ്ടെങ്കിൽ അത് മാറ്റിയാൽ മതി. സൈൻ 0 0 ആണ്. അത് മാത്രമാണ് ഇതിൽ വരുന്നത്. ഈ പോർഷനിൽ വരുന്ന സൈന് 0 ആയിട്ടുള്ള സൈൻ വാല്യൂ 0 ആയിട്ടുള്ള ആംഗിൾ അത് 0 ആണ്. അപ്പൊ അത് മാറ്റി കഴിഞ്ഞാൽ കിട്ടുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ -π/2 π/2 മൈനസ് ആ പോയിന്റ് മാത്രം മാറ്റുക. സെറ്റ് 0. Then next is sec inverse x. Sec is 1/cos. So cos in the branch closed interval 0 pi ആണ്. അതില് ഡിനോമിനേറ്റർ 0 ആവുന്നത്, കോസ് വാല്യൂ 0 ആവുന്നത് കോസ് π/2 കോസ് 90 ആണ് 0. ഇതിനകത്ത് വരുന്ന 0 എന്ന പോയിന്റ് കോസ് 90. അപ്പൊ അതാ ഇന്റർവെല്ലിൽ നിന്ന് മാറ്റുക. 0 pi മൈനസ് ആ പോയിന്റ് മാത്രം π/2. Then sixth one, cot inverse x. Cot inverse, cot is cos by sin. അപ്പോൾ കോസിന്റെ ബ്രാഞ്ച് നോക്കുക. ഇറ്റ് ഈസ് ക്ലോസ്ഡ് ഇന്റർവൽ 0 pi. അതിന് അതിലെ പ്രശ്നം പോയിന്റ് മാറ്റണം. അപ്പം ഡിനോമിനേറ്റർ സൈൻ. അപ്പൊ സൈൻ 0 ആണ്. സൈൻ പൈയും 0 ആണ്. അപ്പൊ ഈ ഇന്റർവെലിന്റെ രണ്ട് എൻഡും കളയണം. സോ ഇറ്റ് ഈസ് ഓപ്പൺ ഇന്റർവൽ 0. അത്രേ ഉള്ളൂ. അപ്പൊ ഇത് ഇങ്ങനെ ഒന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് ഇത് രണ്ടും ക്ലിയർ, അതായത് ഒന്ന് നിങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അത് വെച്ച് ബാക്കി എല്ലാറ്റിന്റെയും ബ്രാഞ്ച്, പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് പറയാൻ പറ്റും. ഇത് ഇമ്പോർട്ടന്റ് ആണ്. എന്താന്ന് വെച്ചാല് ഫൈൻഡ് പ്രിൻസിപ്പൽ വാല്യൂ എന്നാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ കിട്ടിക്കഴിഞ്ഞാല് ആ ആൻസർ ഇതിനകത്ത് വരണം. ഏതാണോ ബ്രാഞ്ച് അതിന് തന്നെ വരണം ആൻസർ പറയുന്ന സമയത്ത്. അപ്പൊ അതുകൊണ്ട് ഈ ബ്രാഞ്ചസ് ഓർത്ത് വെക്കണം. ഇതിൽ ഒരു പോയിന്റിനാണ് പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ എന്താണ്? ഈ ഇൻവേഴ്സ് ഫങ്ഷൻസിന്റെ ഇമേജ് സെറ്റ് ആണ് ഓർ റേഞ്ച് ആണ്. ദാറ്റ് ഈസ് എ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. ഓക്കെ, ഇത് എഴുതിയോ? റെഡി? എഴുതിയില്ലേ? എഴുതി ടീച്ചർ. അപ്പം ഓക്കെ. അപ്പൊ പിന്നെ ഇൻവേഴ്സിനെ കുറിച്ച് കൂടുതൽ ഇൻട്രൊഡക്ഷനോ കൂടുതലായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാതിരിക്കാൻ കാരണം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് അതിന്റെ വീഡിയോ കിട്ടി, ജിയോജിബ്ര കിട്ടി,
എല്ലാം കിട്ടിയതുകൊണ്ട് ഒരു റെപ്പിറ്റേഷൻ വേണ്ടെന്ന് ഇഷ്ടമാണ് തോന്നുന്നു അല്ലേ? ക്ലിയർ ആണല്ലേ നിങ്ങക്ക് ഇൻവേഴ്സ്? അപ്പൊ ഇനി ഒന്ന് രണ്ട് ഓക്കെ ജനറൽ കാര്യം കൂടെ നമുക്ക് അതിൽ പറയാം. ഇപ്പോ എക്സിൽ നിന്ന് വൈയിലേക്ക് എഫ് എന്ന ഫംഗ്ഷൻ എക്സ് എന്ന എലമെന്റിനെ വൈയിലേക്ക് മാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് എഴുതും. എന്നിട്ട് ഈ എഫ് എക്സ് എന്ന് പറയുന്നത് ാണ് നമ്മൾ ഫംഗ്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഗ്രാഫിക്കലി കൺസിഡർ ചെയ്യുമ്പോൾ ഒരു പോയിന്റിന്റെ വൈ കോർഡിനേറ്റ് അതായത് ഗ്രാഫിൽ വരുന്ന ഒരു പോയിന്റിന്റെ വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആ ഫംഗ്ഷന്റെ വാല്യൂ ആണ് ആയിട്ടാണ് വരുന്നത്. ഇനി നോക്കുക, തിരിച്ച് എഫ് ഇൻവേഴ്സ് പറയുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് ഫംഗ്ഷൻ എഫ് ഇൻവേഴ്സ് നമ്മൾ പറയുന്നതെങ്കിൽ വൈ എക്സിലേക്ക് മാപ്പ് ചെയ്യും. അതായത് എഫ് ഇൻവേഴ്സ് ഓഫ് വൈ ഈക്വൽ ടു എക്സ് ഇതാണ്. അപ്പൊ ഈ സ്റ്റെപ്പ് നോക്കിയിട്ട് തന്നെ ഇൻവേഴ്സ് നമ്മൾ ചെയ്യുന്നത് ഏതുപോലെ ചോദിച്ചാൽ ഇപ്പൊ എക്സ് മൈനസ് ടു 5 ആണെങ്കിൽ നമ്മൾ എക്സ് ഈക്വൽ ടു -2 റൈറ്റിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് 5 + 2 7 എന്നൊക്കെ പറയും. ആക്ച്വലി -2 നമ്മൾ റൈറ്റിലേക്ക് കൊണ്ടുപോകല്ല ചെയ്യുന്നത്. രണ്ട് സൈഡും ഇവിടെ ഇതിന്റെ രണ്ട് സൈഡും നമ്മൾ 2 ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് എക്സ് ഈക്വൽ ടു 7. ബട്ട് സൗകര്യത്തിന് നമ്മൾ ഇങ്ങനെ പറയുന്നു. എന്ന പോലെ സൗകര്യത്തിന് ഇവിടെ ഒരു കാര്യം നമ്മൾ പറയാൻ പോവാണ്. എഫ് എക്സ് ഈക്വൽ ടു വൈ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ ആണെങ്കിൽ നമ്മൾ ഈ ഫംഗ്ഷൻ റൈറ്റ് കൊണ്ടുവയ്ക്കുകയാണ് എലമെന്റിന്റെ അടുത്ത് നിന്ന് എടുത്തിട്ട്. അപ്പൊ അത് ഇൻവേഴ്സ് ആവും. എക്സ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് വൈ. ഇപ്പൊ സൈൻ എക്സ് ഈക്വൽ ടു ഒരു 1/2 ആണെങ്കിൽ ഈ സൈനെ നമ്മൾ റൈറ്റ് കൊണ്ടുവച്ചാൽ എക്സ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1/2. സൗകര്യം പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന്. അതുപോലെ ഇൻവേഴ്സിനെ ഇങ്ങോട്ട് വശം മാറ്റിയാൽ ഫംഗ്ഷൻ ആവും. ഫംഗ്ഷൻ വശം മാറ്റിയാൽ ഇൻവേഴ്സ് ആയിട്ട് നമുക്ക് എഴുതാം. ഇതായി പറഞ്ഞ ഇതുപോലെ നമ്മൾ പറഞ്ഞില്ലേ എന്ന പോലെ ചെയ്യാനായിട്ട്. അതായത് പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ഇപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ ഈ പെട്ടെന്ന് അങ്ങ് ചെയ്തു പോകാൻ വേണ്ടിയിട്ട് പറയാണ്. ഓക്കെ, ഇനി ആ ഫംഗ്ഷന്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്റെ പ്രോപ്പർട്ടീസ്. അതിന് മുമ്പ് നമുക്ക് ഫസ്റ്റ് എക്സസൈസ് ടെക്സ്റ്റ് ഉണ്ടല്ലോ, എക്സസൈസ് 2.1 ഒന്ന് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് പ്രോപ്പർട്ടീസിലേക്ക് വരാം. അപ്പൊ അതില് ക്വസ്റ്റ്യൻസ് ഒന്ന് പെട്ടെന്ന് നോക്കാം. ഫൈൻഡ് ദി പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ദി ഫോളോയിങ്. പ്രിൻസിപ്പൽ വാല്യൂസ് കാണാനാണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സൈൻ ഇൻവേഴ്സ് -1/2. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സൈൻ ഇൻവേഴ്സ് -1/2. അപ്പൊ ഇതിന്റെ വാല്യൂ ആണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ചെയ്യുന്നത് അതിന് എക്സ് എന്ന് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ എക്സിന്റെ വാല്യൂ കാണാണ്. എക്സിന്റെ വാല്യൂ കിട്ടിയാൽ ആൻസർ ആയി. അപ്പൊ ആദ്യം ഇതിനെ ഈ സൈൻ ഇൻവേഴ്സ് റൈറ്റിൽ പോയാൽ -1/2 ഈക്വൽ ടു sin x. Okay, or sin x equal to -1/2 എന്ന് കിട്ടി. ഇനി സൈൻ ഓഫ് വിച്ച് ആംഗിൾ ഈസ് -1/2 അതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അതിനുവേണ്ടി ആദ്യം ഈ മൈനസ് അവിടെ നിൽക്കട്ടെ. മൈനസ് ഹാഫ് 1/2 എന്ന വാല്യൂ സൈൻ ഓഫ് വിച്ച് ആംഗിൾ ഈസ് 1/2 സൈൻ π/6 അല്ലേ? π/6. ഓക്കെ, സൈൻ π/6. ഇനി അഗൈൻ ഇവിടെ നോക്കൂ, സൈൻ ഓഫ് ആൻ എക്സ്പ്രഷൻ എന്ന് തന്നെ ഇവിടെ കിട്ടണം. അപ്പൊ ഈ നെഗറ്റീവ് അങ്ങ് ആംഗിളിലേക്ക് പോകണം നമുക്ക്. അപ്പൊ ഇത് സൈൻ ഓഫ് -π/6 എന്ന് എഴുതാം. ഇതിന് സൈൻ -θ സൈൻ θ. ഓക്കെ, അപ്പോ ചിലർ പറയും എന്നാ പൈ മൈനസ് എന്നെടുത്തൂടെ. പക്ഷെ നമുക്ക് വേറൊരു കാര്യമുണ്ട്. അവിടെ -π/2 to π/2 ആണ് നമ്മുടെ ബ്രാഞ്ച്. അപ്പോ ആൻസർ എപ്പോഴും -90ക്കും +90ക്കും ഇടയ്ക്ക് കിട്ടണം, സൈൻ ആയതുകൊണ്ട്. ഇപ്പൊ ഇനി കമ്പയർ ചെയ്യാം. സൈൻ x ഈക്വൽ ടു സൈൻ -π/6, then x ഈക്വൽ ടു -π/6. സോ പ്രിൻസിപ്പൽ വാല്യൂ ഈസ് -π/6. അപ്പൊ ആൻസർ ആയി. ക്ലിയർ ആണോ? Yes, teacher.
Okay. Next question നോക്കാം. Second question. Cos inverse of root 3 by 2. So principal value കാണാനാണ് cos inverse of root 3 by 2. As usual, x എന്ന് കൊടുക്കുക അതിന്. എന്നിട്ട് cos inverse റൈറ്റിൽ പോകുമ്പോൾ root 3 by 2 is equal to cos x. So cos x equal to root 3 by 2. Cos of which angle is root 3 by 2? 30. 5 by 6. 30. 30 means pi by 6. Cos pi by 6. Any compare you when the x? Okay, this step is cos x equal to cos pi by 6. Compare here. Nammade aim x കാണാനാണ്. So x is equal to pi by 6. Clear? Clear അല്ലേ? എഴുതിയില്ലേ? Teacher. And third question. Cosec inverse of 2. Let it is equal to x. And 2 is equal to cosec x. ഇനി നമുക്ക് രണ്ട് സൈഡ് റെസിപ്രോക്കൽ എടുക്കാം. സൈൻ കോസ് വാല്യൂല് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റുമ്പോഴൊക്കെ അത് എടുത്താൽ മതി. അപ്പൊ രണ്ട് സൈഡിൽ നിന്ന് റെസിപ്രോക്കൽ എടുത്താല് 1/2 ഈക്വൽ ടു കൊസീക്കിന്റെ റെസിപ്രോക്കൽ ഏതാ? സൈൻ. അപ്പൊ നമുക്ക് സൈൻ എക്സ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. It is equal to sine of pi by 6 അല്ലേ? Sin 30 ആണ് 1/2. So x is equal to pi by 6. Next question ലേക്ക് പോവാം. Tan inverse minus root 3. Let it is equal to x. കൂടെ ചെയ്യുന്നില്ലേ? Minus root 3 equal to tan x. Tan x equal to minus root 3. എന്നിട്ട് നോക്കുക. Minus root 3. Tan of. Tan sin by cos ആണ്. root 3 by 2 by 1/2 എടുക്കുമ്പോഴാണ് നമുക്ക് വാല്യൂ കിട്ടുന്നത്. എന്താണത്? pi by 3. Okay. Tan pi by 3 ആണോ? Yes. Yes. ഇനി നെഗറ്റീവ് അങ്ങോട്ട് അത് ആംഗിളിലേക്ക് അബ്സോർബ് ചെയ്യണം. സോ ഇറ്റ് ഇസ് ഈക്വൽ ടു ടാൻ ഓഫ് മൈനസ് pi by 3 എന്ന് എഴുതാം. കാരണം ടാൻ മൈനസ് തീറ്റ മൈനസ് ടാൻ തീറ്റയാണ്. ടാൻ മൈനസ് തീറ്റ ഈസ് മൈനസ് ടാൻ തീറ്റ. അതുകൊണ്ടാണ് നമ്മൾ മൈനസ് ടാൻ തീറ്റയും ടാൻ ഓഫ് മൈനസ് തീറ്റ എന്ന് എഴുതിയത്. മൈനസ് ടാൻ pi by 3 ടാൻ ഓഫ് മൈനസ് pi by 3 എന്ന് എഴുതിയത്. കമ്പയർ ചെയ്യാം. എക്സ് ഈക്വൽ ടു മൈനസ് pi by 3. ടാൻ സൈൻ ബൈ കോസ് സൈൻ്റെ റേഞ്ചിൽ നിന്ന് എൻഡ് ഒക്കെ മാറ്റിയതാണ്. മീൻസ് അതായത് ആൻസർ കിട്ടുമ്പോൾ നോക്കണം ബ്രാഞ്ചിൽ വരുന്നുണ്ടോ, പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൽ തന്നെയാണോ വാല്യൂ കിടക്കുന്നത് എന്നുകൂടി ഒന്ന് നോക്കണം. ആണല്ലോ. രണ്ടെൻഡും ഇല്ലാത്ത സൈനിന്റെ ബ്രാഞ്ച് ആണ് ടാനിന്റെ ബ്രാഞ്ച് അല്ലേ? ഓപ്പൺ ഇന്റർവെൽ മൈനസ് pi by 2 pi by 2 ആണ്. നെക്സ്റ്റ് കോസ് ഇൻവേഴ്സ് മൈനസ് 1/2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എത്ര? ഫിഫ്ത്ത്. Let it is equal to x minus 1/2 is equal to cos x. So cos x equal to minus അവിടെ നിൽക്കട്ടെ ഹാഫ് നോക്കുക. ഏതാ വാല്യൂ? cos
പറയൂ. 5/3. 5/3. ഇനി മൈനസ് കോസ് 5/3 സൈനിന്റെ ചെയ്യുമ്പോൾ സിമ്പിൾ ആയിട്ട് ആംഗിളിലോട്ട് അങ്ങ് എടുക്കാൻ പറ്റില്ല. കാരണം മൈനസ് കോസ് 5/3 വരുന്നത് എപ്പോഴാണ്? കോസ് പൈ മൈനസ് 5/3 ആണോ? 5/3. കോസ് പൈ മൈനസ് തീറ്റ ആണ് മൈനസ് കോസ് തീറ്റ അല്ലേ? സോ ദിസ് ഇസ് ഈക്വൽ ടു കോസ് 3π മൈനസ് പൈ 2π/3. അപ്പൊ നമുക്ക് കോസ് x ഈക്വൽ ടു കോസ് 2π/3 എന്ന് കിട്ടി. സോ x ഇസ് ഈക്വൽ ടു 2π/3. അപ്പൊ π/3 60. 60 into 2 120. 120 is in between 0 and 180. കാരണം ഇതിന്റെ കോസ് ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ച് എന്ന് പറയുന്ന 0π ആണ്. ക്ലോസ് ഇന്റർവൽ മീൻസ് 0 180 ആണ്. അതിനിടയ്ക്കാണ് നമ്മുടെ ആംഗിൾ വന്നിരിക്കുന്നത്, കിട്ടിയിരിക്കുന്നത്. റെഡി അല്ലേ? ഇനി ആ 10 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഇതേപോലെ ചെയ്തൂടെ? സിമ്പിൾ അല്ലേ? ഇനി അടുത്ത ടൈപ്പിലേക്ക് നമുക്ക് വരാം. ഫൈൻഡ് ദി വാല്യൂസ് ഓഫ് ദി ഫോളോയിങ്. 11th ക്വസ്റ്റ്യൻ. 11th, tan inverse 1 plus cos inverse minus 1/2 plus sin inverse 1/2. Tan inverse 1 plus cos inverse minus 1/2 plus sin inverse minus 1/2. വാല്യൂ കാണാനാണ് ഈ എക്സ്പ്രഷന്റെ വാല്യൂ. അപ്പൊ നമുക്ക് നോക്കുക. ഇതുവരെ നമ്മൾ ചെയ്ത പോലത്തെ ഒരു 3 ക്വസ്റ്റ്യൻ ആണ് ഇത്. ആക്ച്വലി ഫസ്റ്റ് ടേം ക്വസ്റ്റ്യൻ അങ്ങനെയല്ലേ, സെപ്പറേറ്റ് ആണ് നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. ഓരോന്നും എടുക്കുക, സൈഡിലിട്ടിട്ട് വാല്യൂ കണ്ട് മെയിൻ സ്റ്റെപ്പിലേക്ക് വരാം. അപ്പൊ ടാൻ ഇൻവേഴ്സ് 1 ആദ്യം x കൊടുക്കുക. സോ 1 is equal to tan x. tan x equal to 1 ആണ്. 1 എന്ന് പറഞ്ഞാൽ tan എത്രയാ? 1 π/4 അല്ലേ? tan π/4 1 അല്ലേ? സോ x equal to π/4. സോ ഫസ്റ്റ് ടേം ഇവിടെ π/4 ആണ്. പ്ലസ് ഇനി നമുക്ക് സെക്കൻഡ് ടേം വേണം. അപ്പം അഗെയിൻ കോസ് ഇൻവേഴ്സ് മൈനസ് 1/2 x കൊടുക്കുക. സോ കോസ് x ഈക്വൽ ടു റൈറ്റിലോട്ട് പോയാൽ കോസ് x ഈക്വൽ ടു മൈനസ് 1/2. അഗെയിൻ മൈനസ്, ഇതൊക്കെ വാല്യൂ കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഹാഫ് എന്ന് പറഞ്ഞാൽ കോസ് π/3. ഇറ്റ് ഈസ് കോസ് പൈ മൈനസ് π/3. This cos 2π/3. 3π minus 2π/3. അപ്പം cos x equal to cos 2π/3. So x equal to 2π/3 next value. Next term is 2π/3. ഇനി നമുക്ക് sin inverse minus 1/2 വേണം. അതിന് put x equal to sin inverse minus 1/2. Sin inverse left വരുമ്പോൾ sin x equal to minus 1/2. Then this is minus sin of 30 ആണ്, means π/6. നെഗറ്റീവ് ആംഗിളിലേക്ക് എടുക്കാം. sin minus π/6 കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് x equal to minus π/6. minus π/6 എന്ന ടേമിന്റെ വാല്യൂ കൊടുത്തു. ഇനി അത് ഒരു സിംപ്ലിഫിക്കേഷൻ മാത്രം. അപ്പൊ 4 ഉണ്ട്, 3 ഉണ്ട്, 6 ഉണ്ട്. അതിന്റെ LCM കണ്ട് ആഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ 4, 3, 6 മൂന്നിന്റെ കൂടെ LCM കണ്ട് ഇതങ്ങ് ഫ്രാക്ഷൻസ് ആഡ് ചെയ്യാം. അപ്പം LCM മൂന്നിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം, കോമൺ മൾട്ടിപ്പിൾ ആയിരിക്കണം, ലീസ്റ്റ് ആയിരിക്കണം. അങ്ങനെ ഒരു നമ്പർ ആണ്. എത്ര പറയാവോ? 4ന്റെ മൾട്ടിപ്പിൾ ആവണം, 3യുടെ ആവണം, 6ന്റെ ആവണം. 12. ഇനി 4 ആണ് ഇവിടെ 12 ആയി മാറുന്നത്. അതായത് ഈ 12ന്റെ ടോപ്പിലേക്ക് നമ്മൾ എല്ലാ ന്യൂമറേറ്ററിൽ കൊണ്ടുവരാൻ പോവാണ്. വാല്യൂ ചേഞ്ച് ആവാനും പാടില്ല. അപ്പം 4 12 ആയി മാറി. 3 കൊണ്ട് ഇൻറ്റു 3, 4 ഇൻറ്റു 3 ആണ് 12. അപ്പൊ ഇൻറ്റു 3 ന്യൂമറേറ്റർ ചെയ്യണം. 3 ആണ് 12 ആയത്. ഇൻറ്റു 4 ചെയ്തപ്പോ മുകളിൽ ഇൻറ്റു 4 ചെയ്യണം.
8 pi. 6 ആണ് 12 ആയത്. Into 2 ചെയ്യരുത് അപ്പോൾ. Into 2 numerator ചെയ്യാം. So it is 11 minus 2. 9 pi by 12. അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ 3 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 3 pi by 4 എന്നായി ക്വസ്റ്റ്യൻ്റെ ആൻസർ. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ക്ലിയർ. ഓക്കെ, നെക്സ്റ്റിലേക്ക് പോവാം. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ പിന്നെ 2 ഒബ്ജക്റ്റീവ് അത് നിങ്ങൾക്ക് തരാം ഹോംവർക്ക് കേട്ടോ. 12th ഇതേപോലെ വാല്യൂ കാണാനാണ്. കോസ് ഇൻവേഴ്സ് 1/2 പ്ലസ് cos inverse 1/2 plus 2 sin inverse 1/2. 2 sin inverse 1/2. ട്രൈ ചെയ്യൂ, സ്റ്റാർട്ട് ചെയ്തോ. അപ്പോൾ cos inverse 1/2 ന് x കൊടുത്തിട്ട് വാല്യൂ കാണാം. ഇവിടെ മെയിൻ സ്റ്റെപ്പിൽ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Cos x equal to 1/2, that is equal to cos of pi by 3. So compare here, x equal to pi by 3 plus 2 into sin inverse 1/2. Sin inverse 1/2 in x കൊടുക്കുക. Then sin x equal to 1/2. It is equal to sin of pi by 6. So x is equal to pi by 6. Pi by 6. 6 and 2 cancel ചെയ്യാം. 3. Pi by 3 plus pi by 3 is 2 pi by 3. കിട്ടിയോ? ഓക്കെ ഓക്കെ. ഇനി അതില് 13ഉം 14ഉം ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്, സിമ്പിൾ ക്വസ്റ്റ്യൻസ്, അത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്തു. അടുത്ത സെക്ഷനിലേക്ക് പോവാം. അടുത്ത സെക്ഷനില് ഈ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന്റെ കുറെ പ്രോപ്പർട്ടീസ് ആണ്. പ്രോപ്പർട്ടീസ് പ്രൂഫ് ഒക്കെ അതിനകത്ത് ഉണ്ട്. ഓരോന്ന് എന്താ എക്സാമ്പിൾ ഓരോന്നായിട്ട് അതിൽ പ്രൂവ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. പിന്നെ അതിന്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് എങ്ങനെയാ അത് വരുന്നൊരു ഇതും പറഞ്ഞു പോവാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് property number 1, sin inverse 1/x equal to cosec inverse x. X greater than or equal to 1 or x less than or equal to -1. അപ്പം ആ കണ്ടീഷൻ ഒക്കെ തന്നിരിക്കുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 എന്ന് പറയുന്ന കണ്ടീഷൻ അത് അതിനപ്പുറത്തോട്ടേ ഗ്രാഫ് ഉള്ളൂ. അതുകൊണ്ടാണ് അത് ഡിഫൈൻഡ് ഉള്ളൂ. നിങ്ങൾക്കറിയാം കൊസീക് ഇൻവേഴ്സ്, കൊസീക്കിന്റെ ഗ്രാഫ് ഓർത്താൽ തന്നെ കൊസീക് ഇൻവേഴ്സിന്റെ കിട്ടും. കാരണം ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ എക്സ് ആൻഡ് വൈ ഒരൊറ്റ റൊട്ടേഷൻ, എക്സ് ആൻഡ് വൈ 90 ഡിഗ്രി അങ്ങ് റൊട്ടേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഗ്രാഫ് എങ്ങനെ നിൽക്കും അതുപോലെ വീണ്ടും ഗ്രാഫ് തിരിഞ്ഞ എക്സ് ആക്സിലേക്ക് വരണം. അങ്ങനെയാണ് ഷേപ്പ് വരിക. അപ്പോ ഈ പോർഷനിൽ ഗ്രാഫിൽ അതാണ് കണ്ടീഷൻ തന്നിരിക്കുന്നത്. അപ്പൊ സൈൻ ഇൻവേഴ്സ് 1/x ഈക്വൽ ടു കൊസീക് ഇൻവേഴ്സ് എക്സ്. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഇൻവേഴ്സ് എന്നൊക്കെ ഇൻവേഴ്സ് എന്ന് പറയുമ്പോ അത് എന്താണ്? ഇൻവേഴ്സ് ആംഗിൾസ് ആണ്, ആംഗിൾ ആണ് ആക്ച്വലി വരുന്നത്. അതായത് ഇതിന്റെ വാല്യൂസ് എല്ലാം വരുന്നത്. പിന്നെ ഇത് ഓർക്കാന് സൈനിന്റെ റെസിപ്രോക്കൽ ആണ് കൊസീക്.
അപ്പോൾ സൈൻ ഇൻവേഴ്സ് 1/x is cosec inverse x. അങ്ങനെയാണെങ്കിൽ cos inverse 1/x എന്ത് വരണം? sec inverse x. കാരണം കോസിന്റെ റെസിപ്രോക്കൽ ആണ് sec. ഇവിടെ അതെ കേസ് വരും x greater than or equal to 1, x less than or equal to -1. Next, tan inverse 1/x is equal to cot inverse x. Tan cot ആണ് പരസ്പരം റെസിപ്രോക്കൽസ്. അപ്പോൾ tan inverse 1/x equal to cot inverse x. X is greater than 0. ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി, ഇത് ഫസ്റ്റിലെ ഈ 3 സെറ്റ്, സെക്കൻഡില് അടുത്ത സെറ്റ്. പ്രോപ്പർട്ടീസ് അങ്ങ് പറഞ്ഞു പോകുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും പ്രൂവ് ചെയ്യേണ്ടതും പ്രൂവ് ചെയ്ത് പോവാം. സൈൻ ഇൻവേഴ്സ് minus x equal to minus sin inverse x. X element of closed interval -1, 1. Next, cos inverse minus x is equal to, oh sorry, ഈ സെറ്റിൽ cos inverse ഇല്ല, sorry, tan inverse ആണ് വരുന്നത്. Tan inverse minus x is equal to minus tan inverse x. X element of R. X can be any real number. Third, cosec inverse minus x is equal to minus cosec inverse x mod x greater than or equal to 1. X less than or equal to -1, x greater than or equal to 1 എന്ന കണ്ടീഷൻ തന്നെയാണ് mod x ഒന്നിച്ച് എഴുതിയിരിക്കുകയാണ്. mod x greater than or equal to 1, x ന്റെ മോഡ് വാല്യൂ 1 അതിൽ കൂടുമ്പോഴേ ആ ഭാഗത്തെ ഗ്രാഫ് ഉള്ളൂ എന്നുള്ളതാണ് ഇതിന്റെ cosec inverse. അപ്പൊ നോക്കൂ, സൈൻ മൈനസ് തീറ്റ മൈനസ് സൈൻ തീറ്റ ആണ്. സൈൻ മൈനസ് തീറ്റ ഈസ് മൈനസ് സൈൻ തീറ്റ. അതായത് ആംഗിളിലെ നെഗറ്റീവ് നമുക്ക് എടുത്ത് പുറത്തിടാൻ പറ്റുന്നത് 3 കേസിലാണ്. ഒന്ന് സൈനിന്, സൈൻ മൈനസ് തീറ്റ നമുക്ക് മൈനസ് സൈൻ തീറ്റ എന്ന് എഴുതാം. ടാൻ മൈനസ് തീറ്റ നമുക്ക് മൈനസ് ടാൻ തീറ്റ എന്ന് എഴുതാം. സൈനിന്റെ റെസിപ്രോക്കലായ കൊസീക്കിന്റെയും കൊസീക് മൈനസ് തീറ്റ നമുക്ക് മൈനസ് കൊസീക് തീറ്റ എന്ന് എഴുതാം. അതുകൊണ്ട് ഈ 3ഉം അതിൽ വരും, ആ കാറ്റഗറിയിൽ വരും. സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ഈസ് മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ്. ടാൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ഈസ് മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ്. cosec inverse minus x is minus cosec inverse x. ഇനി കോസിന്റെ കേസിലോ മൈനസ് കോസ് തീറ്റ ആണെങ്കിൽ നമുക്ക് അതിനെ നെഗറ്റീവ് അബ്സോർബ് ചെയ്ത് ആംഗിളിൽ എടുക്കാൻ പറ്റില്ല. കോസ് പൈ മൈനസ് തീറ്റ എന്നല്ലേ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ആ രീതിയിലാണ് അടുത്ത 3 പ്രോപ്പർട്ടി വരുന്നത്. ഈ 3 എഴുതിയോ നിങ്ങള്? ശരി, എഴുതിയോ? പിന്നെ ടെക്സ്റ്റ് ഓരോ ഒന്ന് പ്രൂവ് ചെയ്തിട്ടിരിക്കുന്ന നോക്കിക്കോളൂ കേട്ടോ. അടുത്ത സെറ്റ് കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ്, മൂന്നാമത്തെ പ്രോപ്പർട്ടി. minus x is equal to y minus cos inverse x. X element of closed interval -1, 1. Then sec inverse minus x is equal to pi minus sec inverse x mod x greater than or equal to 1. Third one, cot inverse minus x is equal to pi minus cot inverse x, x element of R. ഇവിടെ കോസിന്റെ കേസിൽ പൈ മൈനസ്, അതായത് മൈനസ് കോസ് തീറ്റ ഈസ് കോസ് പൈ മൈനസ് തീറ്റ. അത് പൈ മൈനസ് തീറ്റ. ആക്ച്വലി ദിസ് ഇസ് ആംഗിൾ, ഇത് ആംഗിൾ ആണ്, ഇൻവേഴ്സ് എന്ന് പറയുന്ന ആംഗിൾസ് ആണ്. അതുപോലെ കോസിന്റെ റെസിപ്രോക്കൽ ആണ് സീക്ക്.
അതുകൊണ്ട് സീക്കിന്റെ കേസിലും പൈ മൈനസ് സീക്ക് ഇൻവേഴ്സ് എക്സ് വരും. കോട്ടിനെ നമുക്ക് കോസ് ബൈ സൈൻ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ കോസിന്റെ ആ പ്രോപ്പർട്ടി തന്നെ അതിന് വരും പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് എക്സ് എന്ന് വരും. റെഡി അല്ലേ? നെക്സ്റ്റ് ഫോർത്ത്, sin inverse x plus cos inverse x equal to pi by 2. X element of minus 1 1 closed interval minus 1 1, then tan inverse x plus cot inverse x equal to pi by 2. X element of R cosec inverse x plus sec inverse x equal to pi by 2 mod x greater than or equal to 1. അപ്പോൾ എവിടെ നോക്കുക, ഈ സൈൻ ആൻഡ് കോസിനെ സൈൻ ആൻഡ് കോസിനെ കോംപ്ലിമെന്ററി ഫങ്ഷൻസ് എന്ന് പറയും നമ്മള്. സൈൻ 90 മൈനസ് തീറ്റ എന്താ കോസ് തീറ്റ, ഓർക്കുന്നില്ലേ? സൈൻ 90 മൈനസ് തീറ്റ കോസ് തീറ്റ, കോസ് 90 മൈനസ് തീറ്റ സൈൻ തീറ്റ. അപ്പോ ഇവിടെ നോക്കുക, ആംഗിൾ ഈ 90 മൈനസ് തീറ്റയും തീറ്റയും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 90 കിട്ടും ആംഗിൾ. ആക്ച്വലി ഇതൊക്കെ ഇവിടെ ആംഗിൾസ് ആണ്. ഈ സൈൻ ഇൻവേഴ്സ് എക്സും കോസ് ഇൻവേഴ്സ് എക്സും കൂടെ ആഡ് ചെയ്താൽ പൈ ബൈ 2 കിട്ടും. അതുപോലെ ടാൻ 90 മൈനസ് തീറ്റ കോട്ട് തീറ്റയാണ്. ഈ ടാനും കോട്ടും കോ ഫങ്ഷൻസ്, കോംപ്ലിമെന്ററി ഫങ്ഷൻസ് ആണ്, കോ ഫങ്ഷൻസ് എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് ഈ ടാൻ ഇൻവേഴ്സ് എക്സും കോട്ട് ഇൻവേഴ്സ് എക്സും കൂടെ ആഡ് ചെയ്താൽ പൈ ബൈ 2 കിട്ടും. കൊസീക്കും അതുപോലെ, കൊസീക് 90 മൈനസ് തീറ്റ ഈസ് സീക് തീറ്റ. So cosec inverse x plus sec inverse x equal to pi by 2. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് ഒരു ഐഡിയ വേണം. ഓരോന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്, അത് നോക്കിയാൽ ഒന്നുകൂടെ ക്ലിയർ ആവും കേട്ടോ. ടെക്സ്റ്റ് പ്രൂവ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാനില്ല. നെക്സ്റ്റ് നമുക്ക് പറയണം, കാരണം അടുത്ത പ്രോപ്പർട്ടി ഇമ്പോർട്ടന്റ് ആണ്. അതൊക്കെ അത് പ്രോപ്പർട്ടി ആയിട്ട് തന്നെ ചോദിക്കാറുണ്ട്. Fifth, first one, tan inverse x plus tan inverse y equal to tan inverse x plus y by 1 minus xy. xy is less than 1. Condition on expression exist ചെയ്യാനുള്ള കണ്ടീഷൻ ആണ് xy less than 1. അപ്പൊ ഇതും അതുപോലെ ഇവിടെ മൈനസ് വരുന്ന കേസിൽ അടുത്ത പ്രോപ്പർട്ടിയാണ്, അതും കുറച്ച് ഇമ്പോർട്ടന്റ് ആയ പ്രോപ്പർട്ടിയാണ്. അപ്പൊ ഇത് നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പൊ നോക്കുക, ഈ ടാൻ ഇൻവേഴ്സ് എക്സും ടാൻ ഇൻവേഴ്സ് വൈ ഒക്കെ ആംഗിൾ ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഈ ടാൻ ഇൻവേഴ്സ് എക്സിന് എ എന്നും ടാൻ ഇൻവേഴ്സ് വൈക്ക് ബി എന്നും കൊടുക്കാം. കൊടുത്തിട്ട് അത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇതൊന്ന് റിസൾട്ട് ഒന്ന് വായിച്ചു നോക്കാം. അപ്പോ എ പ്ലസ് ബി ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എന്നായി റിസൾട്ട്. ഇത് പ്രൂവ് എന്ന് പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ ചോദിക്കുന്നത്. ഇനി ഇപ്പൊ എ പ്ലസ് ബി ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ആയില്ലേ. ഇനി ഈ ടാൻ ഇൻവേഴ്സിനെ ഇവിടുന്ന് എടുത്ത് ഇവിടെ നമ്മൾ വെക്കുകയാണെങ്കിൽ അതെന്തായി, ടാൻ എ പ്ലസ് ബി ഈക്വൽ ടു ദിസ് എക്സ്പ്രഷൻ എന്നായി മാറും. അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇത് എയും ബിയും സപ്പോസ് ചെയ്തതിന് ശേഷം ടാൻ എ പ്ലസ് ബി കാണുകയാണ് നമ്മൾ ചെയ്യുന്നത്. ടാൻ എ പ്ലസ് ബി, ടാൻ എ പ്ലസ് ബി എന്താ, ടാൻ എ ഫസ്റ്റ് ഇയർ ടാൻ പ്ലസ് ടാൻ ബി ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി ആണോ, അല്ലേ? ഓർമ്മയില്ലേ? അപ്പൊ ഇനി നമുക്ക് ടാൻ എക്ക് വാല്യൂ കൊടുക്കണം. ഇവിടെ നോക്കൂ, നമ്മൾ എടുത്തിരിക്കുന്നത് ടാൻ ഇൻവേഴ്സ് എക്സിന് എ എന്നാണ്. അപ്പൊ എന്തായിരിക്കും ടാൻ എ, അതായത് ഇതിനെങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചാല് എക്സ് ഈക്വൽ ടു ടാൻ എ ആണോ. ഇൻവേഴ്സ് ഇവിടെ വരുമ്പോ ഫംഗ്ഷൻ ആയി. അപ്പൊ ഈ ഇൻവേഴ്സ് ഇങ്ങോട്ട് വന്നാൽ ഫംഗ്ഷൻ ആയി. അപ്പൊ y എന്താവും, ടാൻ ബി എന്നാവും. എക്സ് ഈക്വൽ ടു ടാൻ എ, y ഈക്വൽ ടു ടാൻ ബി. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
x plus y by 1 minus xy എന്ന് കിട്ടി നമുക്ക് tan of a plus b. ഇനി നമ്മൾ ടാനിനെ കൊണ്ടുപോയി റൈറ്റിൽ കൊണ്ടുവയ്ക്കുകയാണ് അതിനടുത്ത്. അപ്പോൾ നമുക്ക് a plus b equal to tan inverse x plus y by 1 minus xy എന്ന് കിട്ടും. ക്ലിയർ ആണോ? ഇനി ഈ പ്രൂവ് ചെയ്യാൻ വേണ്ടി സൗകര്യത്തിനാണ് നമ്മൾ എ ബി ഒക്കെ എടുത്തത്. അതൊന്നും ക്വസ്റ്റ്യൻ ഇല്ല. അപ്പൊ തിരിച്ച് അതിനൊക്കെ ഒന്ന് മാറ്റാം. എന്തായിരുന്നു എ? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ. അപ്പൊ നമ്മൾ ആ എക്സ്പ്രഷൻ പ്രൂവ് ചെയ്തു. ടാൻ ഇൻവേഴ്സ് ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പഠിച്ചു വെക്കണം. ഇത് നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഈ റിസൾട്ട് വേണം പ്രോബ്ലം ചെയ്യാനായിട്ട്. tan inverse x plus tan inverse y is equal to tan inverse x plus y by 1 minus xy. റെഡി അല്ലേ? അപ്പൊ ഇതിലെ സെക്കൻഡ് വൺ നിങ്ങൾ തന്നെ ചെയ്യാൻ പോവാണ്. നമുക്കിപ്പോ സെക്കൻഡ് വൺ അതിന്റെ സെക്കൻഡ് ചെയ്യാം. ഇത് ഓക്കെ ആയില്ലേ? എഴുതിയില്ലേ? ടീച്ചർ. ഓക്കെ, നമുക്ക് സെക്കൻഡ് വൺ. രണ്ടാമത്തെ റിസൾട്ട് ഇതില് സിമിലർ റിസൾട്ട് tan inverse x minus tan inverse y equal to tan inverse x minus y by 1 plus xy. Tan inverse x minus y by 1 plus xy, where xy is greater than minus 1. xy is greater than minus 1. അപ്പോൾ ഇതേപോലെ തന്നെ കഴിഞ്ഞ കേസിൽ ചെയ്ത പോലെ തന്നെ tan inverse x ന് a എന്നും tan inverse y ക്ക് b എന്നും എടുത്തിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യൂ. അതവിടെ വെച്ചിട്ട് നോക്കുക. ഇവിടെ a വെച്ചു, ഇവിടെ b വെച്ചിട്ട് ആ എക്സ്പ്രഷൻ ഒന്ന് നോക്കുക. നോക്കുമ്പോ മനസ്സിലാവും എന്ത് ചെയ്യണമെന്ന്. എങ്ങനെ മനസ്സിലാവുക? tan inverse-നെ എടുത്ത് ഇവിടെ വെക്കുക ഇതിനടുത്ത്. അപ്പോൾ tan inverse-നെ ഇവിടുന്ന് എടുത്ത് ഇവിടെ വെക്കുമ്പോൾ tan ആയി. അപ്പൊ ഇത് tan a minus b ആയി. അപ്പൊ tan a minus b എന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ചെയ്തോളൂ. ഫോർമുല എഴുതി tan a tan b ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അല്ലേ? ഇനി എന്ത് ചെയ്യണം? ലെഫ്റ്റിലെ tan റൈറ്റിൽ പോട്ടെ. റൈറ്റിൽ പോകുമ്പോൾ ഇൻവേഴ്സ് ആവും. സോ a minus b is equal to tan inverse x minus y by 1 plus xy. Replace here a and b. So tan inverse x minus tan inverse y is equal to tan inverse x minus y by 1 plus xy. റെഡി? എല്ലാരും എഴുതിയില്ലേ? ടീച്ചർ. വെരി ഇമ്പോർട്ടന്റ് റിസൾട്ട് ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോപ്പർട്ടിയിലേക്ക് വരാം. 6.1 അതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പ്രോബ്ലംസിലൊക്കെ നമ്മൾ എടുത്ത് യൂസ് ചെയ്യുന്നതാണ്. അത് ഇവിടെയും അതേപോലെ തന്നെ ഇന്റഗ്രേഷൻ നമ്മൾ പഠിക്കുന്ന സമയത്ത് അവിടെയെല്ലാം യൂസ് ചെയ്യുന്ന ഒരു റിസൾട്ട് ആണ്. അതുകൊണ്ട് അതിനും ഒരു എന്താ പറയുക
നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് പഠിച്ചു വെക്കണം. 2 tan inverse x equal to sin inverse 2x by 1 plus x square. First one. 2 tan inverse x is equal to sin inverse 2x by 1 plus x square mod x less than or equal to 1. Second, 2 tan inverse x equal to cos inverse 1 minus x square by 1 plus x square. X is greater than or equal to 0. Third, 2 tan inverse x is equal to tan inverse 2x by 1 minus x square minus 1 less than x less than x less than 1. Okay. കഴിഞ്ഞ കേസിലെ പോലെ തന്നെ അത് തന്നെ നമ്മുടെ ടെക്നിക്ക്. ഇവിടെ നമ്മൾ ടാൻ ഇൻവേഴ്സ് എക്സിന് ഒരു തീറ്റ എന്ന് കൊടുത്തിട്ട് അതൊന്ന് വായിക്കാൻ പോവാണ്. ഫസ്റ്റ് വൺ നോക്കുക. ടാൻ ഇൻവേഴ്സ് എക്സിന് തീറ്റ എന്ന് കൊടുത്താൽ ഇത് 2 തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് അങ്ങനെയായി. എന്നിട്ട് ഈ സൈൻ ഇൻവേഴ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെക്കുക ലെഫ്റ്റിലേക്ക്, തീറ്റയുടെ സൈഡിലേക്ക്. അപ്പൊ സൈൻ ആവും. അപ്പൊ ഇത് സൈൻ 2 തീറ്റ ഈക്വൽ ടു എന്നാവും ആ റിസൾട്ട് മാറും. അപ്പൊ നമ്മള് സൈൻ 2 തീറ്റ എഴുതാൻ പോവാണ്. സൈൻ 2 തീറ്റ നമുക്ക് ഇവിടെ നമ്മൾ ടാൻ ഇൻവേഴ്സ് എക്സിനാണ് തീറ്റ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എക്സ് എന്താവും നോക്കൂ. ടാൻ ഇൻവേഴ്സ് റൈറ്റിൽ പോകുമ്പോ എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ, ഇങ്ങോട്ട് വരുമ്പോ എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ. അപ്പൊ സൈൻ 2 തീറ്റയ്ക്ക് ടാനിലുള്ള ഐഡന്റിറ്റി പറയണം ഫസ്റ്റ് ഇയർ. ടാനില് സൈൻ 2 തീറ്റയ്ക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ട്, പറയാമോ? 2 tan square x by 2 tan theta by 1 plus tan square theta. ആണോ? Sin 2 theta is 2 tan theta by 1 plus tan square theta. ഫസ്റ്റ് ഇയർ നോട്ട് മറിച്ച് നോക്കുക, ഫസ്റ്റ് ഇയർ ടെക്സ്റ്റ് നോക്കുക, എന്താ ഐഡന്റിറ്റി എന്ന് കേട്ടോ. സൈൻ 2 തീറ്റയുടെ ഇതാണ് 2 tan theta by 1 plus tan square theta. Substitute ചെയ്യാം in terms of x. Is 2x by 1 plus x square. ഇനി സൈൻ റൈറ്റിലേക്ക് പോട്ടെ. 2 തീറ്റ ഈക്വൽ ടു റൈറ്റ് പോകുമ്പോൾ ഇൻവേഴ്സ് ആവും. സൈൻ ഇൻവേഴ്സ് 2x by 1 plus x square. തീറ്റ നമ്മുടെ സൗകര്യത്തിൽ നമ്മൾ കൊടുത്തതാണ് ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി. തീറ്റ മാറ്റുക. തീറ്റ എന്താ? ടാൻ ഇൻവേഴ്സ് x. 2 tan inverse x equal to sin inverse 2x by 1 plus x square. നോക്കൂ, ഫസ്റ്റ് റിസൾട്ട് നമ്മൾ പ്രൂവ് ചെയ്തു. 2 tan inverse x is sin inverse 2x by 1 plus x square. അല്ലേ? ഓക്കേ. ഇനി അടുത്തോടെ ഒന്ന് പെട്ടെന്ന് വേഗം നമുക്ക് ചെയ്യാം. രണ്ടാമത്തെ നോക്ക്. സെക്കൻഡ് വണ്ണിലും ടാൻ ഇൻവേഴ്സ് എക്സിന് തന്നെയാണ് നമ്മൾ തീറ്റ കൊടുക്കുന്നത്. അപ്പൊ എക്സ് ടാൻ തീറ്റ തന്നെയാണ്. അപ്പൊ ഇത് 2 തീറ്റ തന്നെയാണ്. കോസ് ഇൻവേഴ്സ് ഇങ്ങോട്ട് വരുമ്പോ കോസ് 2 തീറ്റ. കോസ് 2 തീറ്റയ്ക്ക് ടാനിലുള്ള ഐഡന്റിറ്റി, അതാണ് നമുക്ക് വേണ്ടത്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? കോസ് 2 തീറ്റ, cos 2 theta equal to 1 minus tan square theta by 1 plus tan square. Yes, 1 minus tan square theta by 1 plus tan square theta. Substitute ചെയ്യാം. 1 minus x square by 1 plus x square. Cos right കൊണ്ടുപോവാം. 2 theta equal to cos inverse 1 minus x square by 1 plus x square. Theta replace ചെയ്യാം. 2 tan inverse x equal to cos inverse 1 minus x square by 1 plus x square. Hi.
അപ്പൊ ഇനി തേർഡ് നിങ്ങൾക്ക് ചെയ്യാം. ചെയ്തൂടെ? പ്രൂവ് ചെയ്യാമോ? തേർഡ് വൺ ടീച്ചർ. ഇതേപോലെ തന്നെ tan വേഴ്സ് എക്സ് തീറ്റ ആണ്, എക്സ് ടാൻ തീറ്റ ആണ്. അപ്പൊ ഇത് 2 തീറ്റ, ഇത് ഇങ്ങോട്ട് വരുമ്പോൾ tan 2 തീറ്റ, tan 2 തീറ്റയ്ക്ക് ടാനുള്ള വാല്യൂ ആകെ ഒരു വാല്യൂ ഉള്ളൂ, 2 tan തീറ്റ ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ 2x ബൈ 1 മൈനസ് എക്സ്. അത് ശരി കേട്ടോ. ഇത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. 1 hour ആയി അല്ലേ? ഇന്ന് ഇത്രയും മതി. അപ്പൊ ഹോംവർക്ക് എല്ലാം ചെയ്യാം. ഡൗട്ട്സ് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പില് പറയാം കേട്ടോ.